ചിന്താസ് മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ അടുത്ത സെക്ഷനായിട്ടുള്ള റിലേഷനാണ്. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ ആയിരിക്കും. ഇനി അത് ഒന്ന് ഓർമ്മപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. ഇത് ഓർമ്മപ്പെടുത്തുക. നമ്മുടെ നമുക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിത് എന്തായാലും പഠിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് കാര്യത്തേക്ക് വരാം. ആദ്യം ഒരു ഡെഫിനേഷനാണ്. ആൻ ഓർഡേർഡ് പെയർ കൺസിസ്റ്റിംഗ് ഓഫ് 2 elements x ആൻഡ് y. എന്താണ് അതിൽ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടും വൈ എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റുമാണ്. ഒരു ഓർഡേർഡ് പെയർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, 2 എലമെൻറ്റ്സ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എക്സ് വൈ. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ്, വൈ എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻ്റ് ആണ്. അതെങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സ് വൈ ഓർഡേർഡ് പെയർ എക്സ് വൈ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എനോടും. വൈ എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള വൈ എന്ന് പറയുന്നത് ബിനോട് ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് അല്ലേ? ക്ലിയർ? അതിൻ്റെ പ്ലേസിൽ എന്താണ് കിടക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതും നമുക്കൊരു ഡെഫിനീഷനാണ്. ഡെഫിനീഷനിൽ എന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എ ആൻഡ് ബി, എയും ബിയും 2 സെറ്റുകളാണ്. എ ആൻഡ് ബി 2 sets. Then the Cartesian product or product of A and B is denoted by, എങ്ങനെ ഡിനോട്ട് ചെയ്യുക? A by B is equal to, ഈ ക്രോസ് ചെയ്യുന്നില്ലേ, A by B എന്നതാണ് ഉദ്ദേശിക്കുന്നത്. A by B is equal to സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ്. നമ്മളിങ്ങനെ വാര വരയ്ക്കുന്നില്ലേ, അപ്പോൾ ആദ്യം ഓർഡേർഡ് പെയർ എഴുതാം, എന്നിട്ട് ഇങ്ങനെ വാര വരയ്ക്കുന്നില്ലേ, അതെന്താണ്? സച്ച് ദാറ്റ് ആണ്. സച്ച് ദാറ്റ്. ഓക്കെ, ക്ലിയർ? നമ്മൾ 2 കുത്തായിരിക്കും എടുക്കുന്നുണ്ടാവുക അല്ലേ. ഓക്കെ, ഈ സിമ്പിളായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക, അതായത് ഈ സിമ്പിൾ. പക്ഷേ ഇങ്ങനെയല്ല, ഇനി ഒരു വര വരച്ചാലും അത് സച്ച് ദാറ്റ് തന്നെയാണ്. ഓക്കെ, എ എന്തിലുണ്ടായിരിക്കും? സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കും? ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് ഒരു സ്മോൾ ലെറ്റർ എ എടുക്കാം, ക്യാപിറ്റൽ ലെറ്റർ ബിയിൽ നിന്ന് ഒരു സ്മോൾ ലെറ്റർ ബി എടുക്കാം. അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പോൾ എയിൽ ആരുണ്ട്? എ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. ബിയിൽ ആരുണ്ട്? ബി എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമുക്ക് അടുത്ത കാര്യത്തേക്ക് വരാം. ഇനി ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻ സെറ്റ് എന്ന് വെച്ചാൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എൻ സെറ്റ്സ്, എൻ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ പറയുക? A1 A2 എക്സെട്ര AN ആണ്. എലമെൻറ്റ്സ് അല്ല, സെറ്റ് തന്നെയാണ്. A1 A2 എക്സെട്ര AN എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇസ് ഈക്വൽ ടു, അപ്പോൾ A1 ബൈ A2 ബൈ എക്സെട്ര AN ഇസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ A1 A2 എക്സെട്ര AN സച്ച് ദാറ്റ് A1 എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുക്കുന്നു? എയിൽ നിന്ന് എടുക്കുന്നു. അതുപോലെ A2 എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കാം? ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സെറ്റ് A2 എക്സെട്ര. ഇനി AN എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? ANലുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇനി ഒരു നോട്ട് നോക്കുക. എന്താ? വി റൈറ്റ് A by A എക്സെട്ര. എ എന്ന് പറയുന്നത് n ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ എഴുതാം? A⁴n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒന്നല്ല, 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കൂ. ആദ്യം എ നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താ? 2 4. ബി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ബി എന്താ? ബി എന്ന് പറഞ്ഞാൽ 1 3 5. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ 2 4, ബി എന്ന് പറയുന്നത് 1 3 5 ആണ് എന്ന് വിചാരിക്കുക. ഇനി ഇതിൻ്റെ എ ബൈ ബി ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ബൈ ബി, എ ക്രോസ് അല്ലെങ്കിൽ എ ബൈ ബി ഈസ് ഈക്വൽ ടു, ആദ്യം എയിൽ ആദ്യത്തെ എലമെൻ്റ് ഏതാ? 2, അങ്ങനെ എഴുതാം 2. അടുത്തത് ബിയിലത്തെ ഫസ്റ്റ് എലമെൻറ്റ് 1. ക്ലിയർ? അടുത്തത് ആ 2 തന്നെ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു രീതിയിൽ നോക്കാം. ആദ്യം 2 എടുത്തു, അപ്പോൾ 2 കൺസിഡർ ചെയ്തു ആ എയിലത്തെ. ഇനി ആ 2 വെച്ചിട്ട് ബിയിലത്തെ ഓരോ എലമെൻറ്റിനും എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുക. ആദ്യം 2 എടുത്തു, ബിയിലത്തെ ആദ്യത്തെ എലമെൻറ്റിനായിട്ട് ചെയ്തു. അടുത്തത് 2 എടുത്തു, ബിയിലത്തെ രണ്ടാമത്തെ എലമെൻറ്റിനായിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഇനി അടുത്തത് 2 എടുക്കുക, ബിയിലത്തെ മൂന്നാമത്തെ എലമെൻറ്റിനായിട്ട് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അടുത്തത് ഇനി നമ്മളിപ്പോൾ 2 എടുത്ത് കഴിഞ്ഞു. 2 വെച്ചിട്ട് ബിയിലത്തെ എല്ലാ എലമെൻറ്റ്സിനായിട്ട് എന്ത് ചെയ്തോ? ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബി നമ്മൾ 2 മാറ്റുക. ഇനി അടുത്തത് എയിലത്തെ അടുത്ത എലമെൻ്റ് ആയിട്ടുള്ള 4 എടുക്കാം. 4 എടുത്തിട്ട് ഇതുപോലെ തന്നെ 4 1 എന്ന് എഴുതാം.
അടുത്തത് 4 എടുത്തിട്ട് ബിയിലത്തെ അടുത്ത എലമെൻറ്റ് 4, അടുത്ത എലമെൻറ്റ് 3, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത എലമെൻറ്റ് 4 എടുക്കാം. 4ത്തെ അടുത്ത എലമെൻറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് 5 ആണ്, ലാസ്റ്റ് ചെയ്ത് 5 4 5 എന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. ക്ലിയർലി ഇത് നമുക്ക് ഇത് 2 ഈക്വലാണോ? അല്ല. 2 1 എന്ന് പറയുന്നത് 1 2നോട് ഈക്വലാണോ? അല്ല. ഇതിൽ ഈ ഓർഡേഡ് ബൈ, ഇപ്പോൾ ഈ ഓർഡേഡ് ബൈ കൺസിഡർ ചെയ്യാം. ഞാൻ ഇപ്പോൾ കളർ മാറ്റാം. ഈ ഓർഡേഡ് ബൈ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് ആണ്. ഈ ഓർഡേഡ് ബൈ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ 1 ആണ് എന്ത്, ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇത് 2 ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്കിത് ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ എന്ന് നമുക്ക് എഴുതാം. എന്താണ്, എങ്ങനെ എഴുതാം? ഇത് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതാണ് ഉദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. എ എന്ന് പറയുന്നത് 0 1, ബി എന്ന് പറയുന്നത് 2 3, സി എന്ന് പറയുന്നത് 4 5 ആണ്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, എ ക്രോസ് ബി ക്രോസ് സി, അല്ലെങ്കിൽ എ ബൈ ബി ബൈ സി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞു, അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എ ബൈ ബി ചെയ്യാം. അപ്പോൾ എ ബൈ ബി, എയിലെ എലമെൻ്റ് ആദ്യം 0 ആണ്. അപ്പോൾ 0 1 ആണോ? അല്ല. ഏതെടുക്കുക, 0 എഴുതാം. ആദ്യത്തെ എലമെൻറ്റ്, എയിലത്തെ ആദ്യത്തെ എലമെൻറ്റ് 0 ആണ്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിത്തെ എലമെൻറ്റ്, ആദ്യത്തെ എലമെൻറ്റ് 2 അല്ലേ? അതെ. ഓക്കെ. ഇനി അടുത്തത് നോക്കുക. അടുത്ത എലമെൻറ്റ് 0 തന്നെ എടുക്കാം, ഇന്നത്തെ 0 തന്നെ എടുക്കാം. പിന്നെ അടുത്ത എലമെൻറ്റ് 3. ഇനി എയിലത്തെ രണ്ടാമത്തെ എലമെൻറ്റ് 1 എടുക്കാം. ബിയിലത്തെ ആദ്യത്തെ എലമെൻറ്റ് നമ്മൾ എന്തെടുക്കുക, എഴുതാം. അത് കഴിഞ്ഞിട്ട് 1 എടുക്കുക. ബിയിലത്തെ രണ്ടാമത്തെ എലമെൻറ്റ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഇനി ഇതിനെ ഏതുകൊണ്ട് ചെയ്യണം, എ ക്രോസ് ബി ക്രോസ് സി സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 0 1, അപ്പോൾ അടുത്തത് എന്ത് വരും, 4 അല്ലേ? സിയിലത്തെ രണ്ടാമത്തെ എലമെൻറ്റ് 4, ഞാൻ ഇനി എഴുതുന്നില്ല, അതിൽ പറയാം. ഇനി അടുത്തത് 0 2 ആയിരുന്നു. അടുത്തത് 0 2 എന്നെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് അടുത്ത എലമെൻറ്റ് 5 അല്ലേ? എങ്ങനെയാ, എ ബി ക്രോസ് സി അല്ലേ? അപ്പോൾ എ ബിത്തെ ആദ്യത്തെ എലമെൻറ്റ് 0 2 ആണ്. ഓക്കെ, 0 2. ആ 0 2നെ ഏത്, സിയിലത്തെ ആദ്യത്തെ എലമെൻറ്റിനായിട്ട് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഒരു മിനിറ്റ്, ക്ലിയർ? ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ ഒന്നുകൂടി പറയാം, ആദ്യം മുതലേ. എ ബൈ ബി ക്രോസ് സി എന്നാണ്. അപ്പോൾ എ ബൈ ബി ക്രോസ് സി എന്നാണ്. അപ്പോൾ എ ബൈ ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ എലമെൻറ്റ്, സിയിലത്തെ ആദ്യത്തെ എലമെൻറ്റ്, ഇങ്ങനെ ഓരോ എലമെൻറ്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. നമ്മളിപ്പോൾ ചെയ്തില്ലേ, ക്രോസ് ചെയ്ത പോലെ തന്നെ. ഇതാണ് ഇനി എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 0 2, പിന്നെ എന്താ എഴുതും, 4. അത് 0 2 തന്നെ എടുക്കാം. എ ബൈ ബി ക്രോസ് സി എന്നല്ലേ? അപ്പോൾ എ ബൈ ബിത്തെ അടുത്ത എലമെൻറ്റ് എടുക്കാതെ 0 2 എന്ന് തന്നെ ചെയ്യാം. എന്നിട്ട് സിത്തെ അടുത്ത എലമെൻറ്റ് എടുക്കുക, 5. അപ്പോൾ അടുത്ത് എഴുതിക്കണം. ഇനി അടുത്ത എലമെൻറ്റ്, എ ബൈ ബിത്തെ അടുത്ത എലമെൻറ്റ് 0 3 ആണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യുക. എന്നിട്ട് സിത്തെ ഓരോ എലമെൻറ്റിനായിട്ട് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. അപ്പോൾ 0 3 ആണ് എടുത്തേക്കുന്നത്. അതാ 0 3 എഴുതി വെച്ചേക്കുന്നു. അതിൽ 4 ഉണ്ട്. പിന്നെ 0 3 തന്നെ, ഇന്നത്തെ 0 3 തന്നെ എന്ത് ഈ 5 ഉണ്ട്. ഇനി അടുത്തത് 1 2 എടുക്കാം. 1 2 എന്തുകൊണ്ട്, 4 ഉണ്ട്. ഇനി 1 3 എടുക്കുക. 1 3 എടുത്തിട്ട് ചെയ്യുക ഇതേപോലെ തന്നെ. അങ്ങനെ സോൾവ് ചെയ്ത് പോവുക. എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായി കാരണമാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, ഒരു നോട്ട് നോക്കൂ. നോട്ടിൽ എന്താ പറയുന്നത്, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താ നോട്ട് ചെയ്യേണ്ടത്, എ ബൈ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ അല്ല, ബി ബൈ എനോട് ഈക്വൽ അല്ല. അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ചെയ്തു അല്ലേ? എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലേ, അത് അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, എൻ ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ ഓഫ് ബി ബൈ എനോട് ഈക്വൽ ആയിരിക്കാം എന്നല്ല, ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമുക്കൊരു ഡെഫിനീഷനാണ് പഠിക്കാനുള്ളത്. എയും ബിയും 2 സെറ്റുകളാണ്. എ ബൈനറി റിലേഷൻ ഓർ സിംപ്ലി എ റിലേഷൻ ഫ്രം എ ടു ബി. ഓക്കെ, സബ്സെറ്റ് ഓഫ് എ ബൈ ബി നമുക്ക് ചെയ്യാം. എന്താണ്, ഒരു എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുക. എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു, ഒന്നുകൂടി പറയാം, എ ഈസ് റിലേറ്റഡ് ടു ബി ആണ്. എന്ന് വെച്ചാൽ എ ഈസ് റിലേറ്റഡ് ടു റിലേറ്റ് ചെയ്യുന്നുണ്ട് റിലേറ്റഡ് ടു ബി ആണ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്തിനെ, ബീനെ. ഓക്കെ, ഇനി അതെങ്ങനെയൊക്കെ സിമ്പിൾ കാണിക്കാം. അതപ്പോൾ നമ്മൾ എഴുതിയ പോലെ, സ്ക്രീനിൽ എഴുതിയ പോലെ എ ആർ ബി എന്ന് എഴുതാം. എയും ബിയും, എ എന്ത് ചെയ്യുന്നുണ്ട്, ബീനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ കാണിക്കുക, എ ആർ ബി എന്നാണ് കാണിക്കുക. ഇനി അതേപോലെ അടുത്തതാ എ ബി ബിലോങ്സ് ടു ആർ എന്നുള്ള രീതിയിലും കാണിക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി
ഇനി അടുത്തത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എ എന്താ, എ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഡൊമെയിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. അതിൻ്റെ സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി എന്ന് പറയുന്നത് സെറ്റ് എങ്ങനെയാണ്, ബി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു ആർ ഈസ് കോൾഡ് എന്താണ്, റേഞ്ച് ഓഫ് ആർ. നമുക്ക് അറിയുന്ന കാര്യമാണ് ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ സെറ്റ് ഓർഡേഡ് പെയർ സെറ്റ് എടുക്കുക. അപ്പോൾ ഓർഡേഡ് പെയർ എടുക്കുകയാണെങ്കിൽ ഇതിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡൊമെയിൻ. എന്താണ്, ഡൊമെയിൻ. ബി എന്താണ്, റേഞ്ച്. ബി എന്താണ്, റേഞ്ച്. ഇത്ര കാര്യങ്ങളും നമുക്ക് അറിയേണ്ട കാര്യമാണ്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്കൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിളാണ് തോന്നുന്നു, നോക്കാം. നമുക്ക് എത്ര എക്സാമ്പിൾ ഉണ്ട് എന്നുള്ളത് ക്ലിയർ അല്ല, നോക്കാം. ഓക്കെ, വരും 2 എണ്ണം ഉണ്ടായിരിക്കാം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. എയും ബിയും 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 2 3 4 ആണ്. ബി എന്ന് പറയുന്നത് 3 4 5 6 ആണ്. ബി എന്ന് പറയുന്നത് റിലേഷനാണ്. അപ്പോൾ എങ്ങനെ വെച്ചാൽ എന്ത് റിലേഷൻ, എ റിലേറ്റഡ് ടു ബി. എ റിലേറ്റഡ് ടു ബി. എ ഈസ് എ ഫാക്ടർ ഓഫ് ബി. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ റിലേഷൻ എങ്ങനെ എഴുതാം, റിലേഷൻ എഴുതാൻ അറിയാലോ. എ എന്ന് പറയുന്നത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ബീനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റിലേഷൻ ആറ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഡൊമെയിൻ എങ്ങനെ എഴുതുക, ഓക്കെ, എങ്ങനെയാണ്, ഫസ്റ്റത്തെ എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൊമെയിൻ എന്ന് വിളിക്കാറ്. ഇതിൽ ഫസ്റ്റത്തെ എലമെൻറ്റ് ഏതാ, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ക്ലിയർ ആയോ, കാണാനില്ല അല്ലേ, ഞാൻ ക്ലിയർ ആക്കിയാലേ. ഇപ്പോൾ കാണാലോ, ഇതിൽ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇനി ഡൊമെയിൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, എ കഴിഞ്ഞു. ഫസ്റ്റത്തെ എലമെൻസിനെ നമ്മൾ എന്ത് വിളിക്കും, ഡൊമെയിൻ എന്ന് വിളിക്കും. സെക്കൻഡ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 4 വരുന്നുണ്ട്. ഈ സെറ്റിൽ 4 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 3 വരുന്നുണ്ടോ, 3 ഉണ്ട്. താഴോ 3 ഉണ്ടോ, ഇത് സെക്കൻഡ് എലമെൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താം, 3 4 6 അപ്പോൾ ഡൊമെയിനും റേഞ്ചും നമുക്ക് അറിയുന്ന കാര്യമായിരിക്കാം. ഒന്നും കൂടി മനസ്സിലാക്കി വെക്കുക, മറന്നുപോയെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒന്ന് ഓർമ്മിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം, എക്സാമ്പിളാണ്. എയും ബിയും എന്താണ്, ഈക്വലാണ്. എ ഈക്വൽ ടു ബി ആണ്. എയും ബിയും ഈക്വൽ ആണ്. അതുപോലെ ആ എയും ബി എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെ കാണിക്കുക, എന്നെ എഴുതുക, ഒരു വരങ്ങി ഇതുപോലെ വരയ്ക്കുക അല്ലേ. ഒന്നുകൂടി കാണിച്ചു തരാം. എന്നെ എഴുതാം, എന്നിട്ട് ഇതുപോലെ എഴുതാം. അപ്പോൾ അത് നാച്ചുറൽ നമ്പർ ആയി. ക്ലിയർ ആയല്ലോ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആർ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓർ ഈക്വൽ ടു n/n ആയിരിക്കും. എന്ന് വെച്ചാൽ എയും ബിയും എന്താ, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അത് അറിയാലോ. അപ്പോൾ അത് റിലേഷണലാണ്. ആർ എന്ന് പറയുന്നത് റിലേഷണലാണ്. ഇനി ആർ എന്ന് പറയുന്നത് എന്താണ്, റിലേഷണലാണ് കേട്ടോ, അല്ലാതെ റിയൽ നമ്പേഴ്സ് അല്ല, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിൽ ഡൊമെയിൻ എന്തായിരിക്കും, നാച്ചുറൽ നമ്പേഴ്സ്. എന്താ ഇത്ര സംശയം, എ എന്ന് പറയുന്നതാണ് അതിലെ ഫസ്റ്റത്തെ എലമെൻ്റ് ആയിട്ട് വരിക. ഫസ്റ്റത്തെ എലമെൻ്റ് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ബി എന്ന് പറയുന്നതാണ് സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് വരിക. അതും എന്തുതന്നെയായിരിക്കും, നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് 1 കൊടുത്താൽ നമുക്ക് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 × 1 എന്ന് വെച്ചാൽ വൈ എന്ന് പറയുന്നത് 2x ആണ്. 2x അല്ലേ. അപ്പോൾ എക്സിന് ഞാൻ 1 കൊടുത്താൽ എനിക്ക് എന്താ ചെയ്യുന്നത്, 2 × 1 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ നമ്മൾ 2 കൊടുത്താൽ എന്താ വരിക, 2 × 2 4. ഇനി 3 കൊടുത്താൽ 2 × 3 എത്രയാ, 6. അങ്ങനെയല്ലേ വരിക, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ലേ ഞാൻ പറഞ്ഞതാ, മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ. അതൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് റേഞ്ച് എന്താ വരിക, നമുക്ക് മനസ്സിലായി, അതൊരു ഈവൺ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സും ആണ്, ഈവൺ നമ്പേഴ്സും ആണ്. അപ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാം, ആർ ഈസ് പോസിറ്റീവ് ഈവൺ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അത്രയേ ഉള്ളൂ. അടുത്തതൊരു നോട്ടാണ്. അടുത്ത നോട്ട്, എ എന്ന് പറയുന്ന ഒരു സെറ്റ് എനി സെറ്റാണ്. അതിൻ്റെ റിലേഷൻ a/a ആണ്. അങ്ങനെ a/a ആണെന്നുണ്ടെങ്കിൽ അതിനെ കോൾ ചെയ്യുന്നത് എന്താ, യൂണിവേഴ്സൽ. ഇതെവിടെ എഴുതിച്ചിരിക്കുന്നു, അത് നോക്കിയാൽ മതിയേ, യൂണിവേഴ്സൽ സെറ്റ്. ഇനി ഇത് 5 ആണ്, ആ റിലേഷൻ എന്ന് പറയുന്നത് 5 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കാം, എംപ്റ്റി റിലേഷൻ. ഒരു സെറ്റ് നമ്മൾ സെറ്റ് എന്താ, ആ സെറ്റിലൊന്നുമില്ല, എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 5 കൊടുക്കുന്നില്ലേ, അതേപോലെ തന്നെ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിവിടെ എന്ത് പറയാം, എംപ്റ്റി റിലേഷൻ എന്ന് വിളിക്കാം, അത്രയേ ഉള്ളൂ. അടുത്തതിലേക്ക് പോവാം. അപ്പോൾ
ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ സെറ്റ് എയിലെ എ ടു ബി. ഓക്കെ, എ ടു ബിയിൽ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ആർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ആറിൻ്റെ ഇൻവേഴ്സാണ്. അതിനെങ്ങനെയാണ് എഴുതുക? ഇപ്പോൾ എ ബി ആണെന്നുണ്ടെങ്കിൽ അതിനെ ബി എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ, ഇൻവേഴ്സ് ആവും. ഇനി അടുത്തത് 2 സെറ്റുകൾ തന്നിട്ടുണ്ട്, എയും ബിയും. അതിൻ്റെ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ആർ ഇൻവേഴ്സ് എന്തെങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ 6 എഴുതുകയാണെന്നുണ്ടെങ്കിൽ 6 2 4 ആണെന്നുണ്ടെങ്കിൽ, ഞാനൊരു എണ്ണം കാണിച്ചു തരവേ. 2 6 ആണെന്ന് വിചാരിക്കാം. ഫുൾ എലമെൻറ്റ്സ് എഴുതിയിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണം എഴുതിയിട്ടുള്ളൂ. ഫുള്ള് ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഒരു 6 എഴുതിയിട്ടുണ്ട്. 6 എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഒന്നുകൂടെ എഴുതാം. 2 4 പിന്നെ 2 6 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതിലത്തെ ഈ എലമെൻറ്റിൽ ഫസ്റ്റ് എലമെൻറ്റ് ഏതാ? 2 ആണ്. ആ 2ന് നമ്മൾ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട്, അപ്പോൾ ഇതിൽ സെക്കൻഡ് എലമെൻറ്റ് ഏതാ? 4. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് എഴുതാം. 4 എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻ്റ് ആണ്. സെക്കൻഡ് എലമെൻറ്റിനെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് എഴുതാം. അതിന് ഇൻവേഴ്സ് എന്ന് പറയാൻ അത്രേ ഉള്ളൂ. ഫസ്റ്റ് എലമെൻറ്റിൽ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് എഴുതും, സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ സെക്കൻഡ് എലമെൻറ്റ് 4, ഫസ്റ്റ് എലമെൻറ്റ് ഇതിലേതായിരുന്നു? 2 ആയിരുന്നു. ആ 2 എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റ്, ഇതിൽ ഇൻവേഴ്സിൽ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് വരും. ഇനി അടുത്തത് ഇതിൽ സെക്കൻഡ് എലമെൻറ്റ് 6 ആണ്. 6 തന്നെയല്ലേ ഇത്? 6. അപ്പോൾ 6 ആണ് ഇതിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരിക. ഇതിൽ 2 ആയിരുന്നു ഫസ്റ്റ് എലമെൻറ്റിൽ. ആർ ഇൻവേഴ്സിലാകുമ്പോൾ അത് സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് വരും. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്ത് പഠിച്ചിട്ടുണ്ട്? കോംപ്ലിമെൻറ്റ് ഓഫ് എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ ആണെന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു റിസൾട്ട് ഉണ്ട്. എന്താണ്? ആർ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ആർ ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആർ എന്ന് പറയുന്നത് റിലേഷൻ്റെ എന്താണ്? ആർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടുവാണെങ്കിൽ ആർ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആറായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സെമസ്റ്റർ അങ്ങ് തീർക്കും. ഓക്കെ, വരും ദിവസങ്ങളിലെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.